അപ്പം ഇത് ഞാൻ ബാക്ക് പീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ലെങ്ത് വൈസ് ഇവിടെ എക്സ്ട്രാ പോർഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രാ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് വൈസ് ഒരു 8 ഇഞ്ചസ് 8.5 ഇഞ്ചസ് എക്സ്ട്രാ ആണ് ഫ്രണ്ട് പീസിനുള്ള പീസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ അപ്പർ പാർട്ട്. ഇവിടെ നിന്ന് നമ്മൾ കോർണർ ആയിട്ടാണ് എടുക്കുന്നത്. കോർണർ ആയിട്ട് എടുക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഒരു ചെറിയ ഡെമോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ ബാക്ക് പീസിന്റെ വീതി വരുന്ന രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഒരു ഫോൾഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് ബാക്ക് പീസിന്റെ നെക്ക് ഓഫ് നെക്ക് വരിക, സെന്റർ വരിക. അപ്പം അത് നമുക്ക് ഇവിടെ നിന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ഈ ഒരു പോർഷൻ കിട്ടും. ഇവിടെ സീം അലവൻസിനുള്ള ഭാഗം നമുക്ക് വിടണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഇത് ബാക്ക് പീസ് ആണ്. ഈ ഒരു ബാക്ക് പീസ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പോർഷന് ഈ ഒരു വീതി ഞാൻ കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കാനും മാക്സിമം വീതി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഈ ഒരു പോർഷൻ 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടുകൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാനത് ഈ ഒരു പോർഷന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, അത്യാവശ്യം മാക്സിമം ഈ ഒരു ഫാബ്രിക്കിൻ്റെ കിട്ടുന്ന അത്രയും രീതിയിൽ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും. പക്ഷെ അതിന് മുന്നേ നമുക്ക് മാർക്ക് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നമ്മുടെ ബാക്ക് പീസും വെച്ച് കൊടുക്കാം. ഈ ഒരു പീസാണ് നമ്മുടെ ബാക്ക് പീസ്. ഇതിൻ്റെ ഫോൾഡഡ് ഏരിയ എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗം വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ കാണുന്ന രീതിയിൽ സെൻറ്റർ ടു സെൻറ്റർ നമ്മൾക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പർ പോർഷനാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. താഴോട്ടുള്ള ഭാഗം നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഈക്വൽ ആയിട്ട് വരും കേട്ടോ. അപ്പം ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിൻ്റെ നെക്ക് എത്രത്തോളം ഡീപ്പാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു റൗണ്ട് നെക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം വീതിയും നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. എന്നാലും നമുക്ക് സീം അലവൻസ് അടക്കം 2.25 കൊടുക്കാം. ഓക്കെ, 2.25 കൊടുത്തു. ലെങ്ത് വൈസ് ഫ്രണ്ടിൽ എനിക്കൊരു 4.5 വേണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ട് നെക്ക്. ഇനി ബാക്ക് നെക്കിൻ്റെ കാര്യം ചെറിയ രീതിയിൽ നമുക്ക് കൊടുത്താൽ മതി. അപ്പം ആദ്യം ഈ ഒരു പോർഷന് ഇവിടെ ഇപ്പോൾ ഓൾറെഡി സെൻറ്റർ ജോയിൻ ആണ്. പക്ഷെ ബാക്ക് അങ്ങനെയല്ല. അപ്പോൾ അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. 2.25 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് ചെറിയൊരു രീതിയിലുള്ള കർവ് മാത്രമാണ് ബാക്കിൽ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓപ്പണിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലെടുത്തു. നമ്മൾ ജോയിൻ വരുന്നത് ഈ ഒരു ഫോൾഡിന് മാച്ച് ആയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മാക്സിമം ഈ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നവർക്ക് മാർക്ക് ചെയ്യാം. താഴ്ഭാഗം കിട്ടുന്ന രീതിയിലും താഴ്ഭാഗം കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്യാം. ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് മാർക്കിങ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സ്ലീവിൻ്റെ വീതി ഞാനൊരു 8.5 അല്ലെങ്കിൽ 9 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പം സീം അലവൻസോട് കൂടിയിട്ട് നമുക്ക് 10 ഇഞ്ചസിൽ മാർക്കിംഗ് കൊടുക്കാം. ഇത്രയും വീതിയിലാണ് വരുന്നത്. നമുക്ക് ചെസ്റ്റ് റൗണ്ട് 40 ആണ് ഇവിടെ ആക്ച്വലി. അപ്പോൾ ഞാൻ 4 ഡിവൈഡ് ചെയ്ത് ലൂസോട് കൂടിയിട്ടുള്ള അളവ് എന്ന് പറയുമ്പോൾ 10.5 വരും. പക്ഷെ അതിനേക്കാൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് നമ്മൾ വീതി എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ ഒരു കഫ്താൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ നമുക്കിതാ ഇതുപോലെ സെൻറ്ററിലോട്ടേക്ക് കിട്ടണം. ഈ ഒരു സെൻറ്റർ നിങ്ങൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പോർഷൻ അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. സ്ലീവ് വരെയുള്ള പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഷോൾഡർ സ്ലോപ്പ് ആയിട്ടുള്ള മാർക്കിങ്ങും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ കാണുന്ന എക്സ്ട്രാ ഭാഗം നമ്മൾ ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ലൈൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോൾക്കാ ഡോട്ടിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു പീസ് നമുക്കിനി വേണ്ട. സ്ലീവ് ഈ കാണുന്ന രീതിയിൽ മാച്ച് ചെയ്ത് കൊടുക്കണം, ബാക്കും ഫ്രണ്ടും. ഓക്കെ, കൊടുത്തിട്ടുള്ള ഷോൾഡർ സ്ലോപ്പ് പ്രകാരം കട്ട് ചെയ്തെടുക്കാം. ലെവലാക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ നമുക്ക് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രണ്ടിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം, ബാക്കിലും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ മാക്സിമം ഈ ഒരു കർവ് തുണി നമുക്ക് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത്. അപ്പം സ്ലീവിന്റെ പാർട്ടും നമുക്ക് ഈ ഒരു ഷേപ്പ് കൊടുക്കുന്ന പാർട്ടും ഒരേ ലെവൽ മാക്സിമം എത്രത്തോളം കിട്ടുന്നോ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഷേപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി സ്ലീവിന് എക്സ്ട്രാ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന പീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി വീതി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴെ വരെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പീസ് സെൻറ്ററിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയും വേണം. ഓക്കെ, ഇപ്പോൾ എടുത്തിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ മാക്സിമം വീതി നമുക്ക് സൈഡിൽ കൊടുക്കാം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ മാക്സിമം വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് സെൻറ്റർ പീസ്, അതായത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് ഇത്രയും ഭാഗത്ത് ഫോൾഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വരുന്നത്, ഏകദേശം ഒരു എ ലൈൻ ഷേപ്പ് മോഡൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കഫ്താൻ്റെ ടോപ്പ് വരിക. ഇനി നമ്മൾ ബാക്ക് നെക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്ന നെക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഫേസിങ് കൊടുക്കുന്നവർക്ക് ഫേസിങ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന് നമ്മൾ കൊടുത്തിട്ടുള്ള നെക്ക് ഷേപ്പും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെൻറ്റർ ഫോൾഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി ഇത് വരുന്ന ലുക്ക് ഞാൻ കാണിക്കാം. ഇത് നമുക്ക് ബാക്ക്. ഓക്കെ, ബാക്ക് പീസാണ്. ഇത് നമുക്ക് ഫ്രണ്ടാണ്, ഫ്രണ്ട് പീസാണ് വരുന്നത്. ഇത് പതിയെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും കേട്ടോ. അതിനുശേഷം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും. എന്നിട്ട് സ്ലീവ് ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്യുക, സാധാരണ ടോപ്പ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ. പിന്നെ സ്ലീവിൻ്റെ സൈഡുകൾ ജോയിൻ ചെയ്തിട്ട് ലോക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടോപ്പ് ഇതുപോലെ ഫ്ലോയി ആയിട്ടാണ് ഉണ്ടാവുക. വൺ സൈഡ് കോർണർ ആയിട്ട് ഉണ്ടാവുക, ആ സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഈ ഒരു സൈഡ് നമ്മളെ ലെങ്ത്തിനേക്കാളും കുറച്ച് ഈ ഒരു കോർണർ പീസ് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡും ഈ ഒരു കോർണർ പീസും കൂടിയും ഈ ഒരു ഓവൽ ഷേപ്പിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ആയിട്ടും ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടും വിടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു വേസ്റ്റ് ലെങ്ത് വരെയുള്ള പാർട്ടേ നമുക്ക് ജോയിൻ ആക്കാൻ കിട്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ തുറന്നെടുക്കാണ് കേട്ടോ ചെയ്യാം. അതും ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. വൺ സൈഡ് ഞാൻ മൊത്തമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വൺ സൈഡ് നമുക്ക് ആ ഒരു ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി പോർഷൻ ഓപ്പൺ ആയി കിടക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്തിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കർവ് പോർഷന് ഒന്നും കൂടി ഫ്ലോ ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ സ്ലീവിന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കഫ്താൻ ടോപ്പിന് എങ്ങനെയാണ് സ്ലീവ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നതെന്ന് ഞാൻ ഇതിന് മുന്നേ പ്രീവിയസ് വീഡിയോ ആയിട്ട് 2 ടൈപ്പ് കഫ്താൻ്റെതും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ അത് കയറി നോക്കിയാൽ മതി, നമ്മുടെ ഫീഡിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. ഇതിപ്പോൾ ലെങ്ത്ത് കുറഞ്ഞ രീതിയിൽ ഷോർട്ട് ലെങ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വെയർ ചെയ്യുന്ന ഫൈനൽ ലുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സ്റ്റിച്ചിങ് ഒക്കെ സാധാരണ നോർമൽ കഫ്താൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് വീതി കുറഞ്ഞ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു മിനിമൽ ലുക്കാണ് വന്നിട്ടുള്ളത്. നല്ല വീതിയും നല്ല ഫ്ലോയും ആയിട്ടുള്ള ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും കേട്ടോ.